ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ ശ്രീജിത്ത് പണിക്കർ. പൊതുവിൽ പുറത്തുനിന്നും വിമർശിക്കപ്പെടുന്ന CPM-ന്റെ ഈ നയംമാറ്റം എന്ന വിഷയത്തിൽ അതിന് കാരണമായി ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ചപ്പോൾ പറഞ്ഞത് കേന്ദ്രം കേരളത്തിന് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സാമ്പത്തിക ഉപരോധമാണ്. സാമ്പത്തികമായി കേരളത്തെ ഞെരുക്കുന്നു, കേരളത്തിന് മറ്റ് വഴികളില്ലാതായിരിക്കുന്നു, വിഭവ സമാഹരണത്തിന് പുതിയ സാധ്യതകൾ തേടേണ്ടി വരുന്ന ഘട്ടത്തിലാണ് ഈ മാറ്റമെന്നാണ്. മാത്രമല്ല, പൊതുമേഖലയിലെ സ്വകാര്യ നിക്ഷേപം സംബന്ധിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ PPP മാതൃകയിൽ അത് കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളിൽ വിമർശനം ഉണ്ടായപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി വിശദീകരിച്ചത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതിൻ്റെ ഒരു പാഠശാലയായിരിക്കും കേരള ബദൽ എന്നാണ്. കാരണം കേന്ദ്ര നയം ഒരു ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ ഭാഗമാണ്. പക്ഷെ കേരളത്തിൽ സ്വകാര്യ നിക്ഷേപം വരുന്നത് ഗുണം ചെയ്യാൻ പോകുന്നത് പാവപ്പെട്ട തൊഴിലാളികൾക്കാണ് എന്നാണ്. അതുകൊണ്ട് ന്യായീകരിക്കാൻ കഴിയുമോ CPM-ന്റെ ഈ നയമാറ്റത്തെ? ശ്രീ ഗോപികൃഷ്ണൻ, നമ്മൾ ഇതുവരെ CPM-നെ സംബന്ധിച്ചിടത്തോളം പല വിഷയങ്ങളിൽ, ഉദാഹരണത്തിന് സ്വാശ്രയ വിദ്യാഭ്യാസത്തിന് എടുത്താലും, സ്വകാര്യ സർവകലാശാല എടുത്താലും, വിദേശ സർവകലാശാല എടുത്താലും, മൂലധന നിക്ഷേപത്തിനെ എടുത്താലും ഒക്കെ തന്നെ CPM-ന്റെ നയമാറ്റത്തിനെ നമ്മൾ ഇതുവരെ വിളിച്ചിരുന്ന ഓമന പേര് നയവ്യതിയാനം എന്നാണ്. ഈ ഒരു കൊല്ലം സമ്മേളനത്തോടു കൂടി 2025 മുതൽ CPM ഔദ്യോഗികമായി ഒരു വലതുപക്ഷ പാർട്ടിയായി സ്വയം പ്രഖ്യാപിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവരിപ്പോ സ്വീകരിക്കുന്ന നയങ്ങളെല്ലാം തന്നെ ഒരു വലത് വ്യതിയാനം എന്നത് കടന്ന് അതൊരു വലതുപക്ഷ പാർട്ടി എന്ന രീതിയിലത്തേക്കുള്ള സ്വഭാവത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പൊ ശ്രീ ഹസ്കറൊക്കെ ഈ നയത്തിനെ ന്യായീകരിക്കാനിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേരിനോടൊപ്പം ഇടത് നിരീക്ഷകൻ എന്ന് എഴുതിയിരിക്കുന്നതിനെ ഒരു പക്ഷേ ഇനി നാളെ മുതൽ വലത് നിരീക്ഷകൻ എന്ന് വെക്കേണ്ടി വരും. കാരണം അദ്ദേഹം ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം വലതുപക്ഷ നയങ്ങളെയാണ്. വലതുപക്ഷ സാമ്പത്തിക നയങ്ങൾ, വലതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള പോളിസികൾ, ഈ കാര്യങ്ങളെല്ലാമാണ് അദ്ദേഹം ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനു വേണ്ടി പറയുന്ന ന്യായവാദങ്ങളാണ്. അതായത് കേന്ദ്രം വലിയ രീതിയിലത്തേക്ക് വീർപ്പ് മുട്ടിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു തുക, ആ തുക പറഞ്ഞുകൊണ്ട് അത്രയുമാണ് നമുക്ക് അർഹതയുള്ളത്, പക്ഷേ അതിന്റെ പകുതിയുടെ പകുതി പോലും നമുക്ക് കിട്ടുന്നില്ല എന്ന് പറയുകയാണ്. ഇത് എന്ന് മുതൽ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നതാണ്, എന്താണ് അതിന്റെ അടിസ്ഥാനം എന്നതിനെ കുറിച്ച് നിരവധി തവണ ആവർത്തിച്ച് ചർച്ച ചെയ്യപ്പെട്ടുള്ളതാണ്. 10ാം ധനകാര്യ കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്ന റേറ്റ് എന്താണോ അത് 15ാം ധനകാര്യ കമ്മീഷന്റെ സമയത്ത് നൽകണം എന്ന രീതിയിലത്തേക്കാണ് ഡിവിസിബിൾ പൂളുമായി ബന്ധപ്പെട്ട കള്ളക്കണക്കുകൾ അവതരിപ്പിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ഫോർമുല ഉണ്ടാക്കുന്നത്? ഈ ഫോർമുലയിൽ എവിടെയൊക്കെയാണ് തടസ്സവാദങ്ങൾ ഉന്നയിക്കാൻ കഴിയാവുന്നത്? ഈ കാര്യങ്ങളെ പറ്റി എല്ലാം ഫിക്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നതിന് ശേഷം അവസാനം പറയുകയാണ് ഞങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടിയില്ല എന്ന്. എന്നിട്ടോ ധനമന്ത്രിക്ക്, ഇവിടുത്തെ ധനമന്ത്രി അയക്കുന്ന കത്ത്, കേന്ദ്ര ധനമന്ത്രിക്ക് സംസ്ഥാന ധനമന്ത്രി അയക്കുന്ന കത്തിൽ ഇതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള പരാമർശവുമില്ല. കാരണം അറിയാം, അങ്ങനെയാണ് എങ്കിൽ തിരിച്ചടി പാഴ്സലായിട്ട് കിട്ടും എന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇനി ഇതേപോലെ തന്നെയുള്ള ന്യായവാദങ്ങളെല്ലാം തന്നെ നമ്മളിവിടെ GST കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ട് കണ്ടതല്ലേ. GST കൗൺസിലടക്കം എല്ലാവരും അംഗീകരിച്ചെടുത്തിരിക്കുന്ന തീരുമാനം എന്നു മുതൽ കോമ്പൻസേഷൻ നിർത്തലാക്കും, എന്നുവരെയാണ് അത് നൽകുന്നത്, അതിന്റെ മാനദണ്ഡം എന്താണ് എന്നതിനെ കുറിച്ച് നമ്മൾ കൂടി ധാരണയിലെത്തിയതിനു ശേഷം അത് നടപ്പാക്കുമ്പോൾ GST കോമ്പൻസേഷൻ കേരളത്തിന് ഇനി മുതൽ നൽകുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ഇവിടെ മുറവിളിയാണ്. പിന്നീട് കേന്ദ്ര ധനമന്ത്രിക്ക് കത്തയക്കുന്ന സമയത്ത് ഇതിനെപ്പറ്റി മിണ്ടില്ല. എന്ന് വെച്ചാൽ ഇവർ കാണിക്കുന്ന ഇരട്ടത്താപ്പ് വളരെ വ്യക്തമാണ്. കേന്ദ്രം ഇവിടെ പിടിമുറുക്കുകയാണ്, കേന്ദ്രം ഇവിടെ ശ്വാസം മുട്ടിക്കുകയാണ് എന്ന് ഒരു ഭാഗത്ത് പറയുകയും തിരിച്ചിവിടെ കോടതികൾ പോലും ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ വയനാട് പാക്കേജ് ആണ് പ്രശ്നമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി തന്നെ ചോദിച്ചത് നിങ്ങളുടെ കയ്യിലുള്ള പണം ചെലവഴിക്കുന്നതിന് എന്താണ് ബുദ്ധിമുട്ട് എന്നാണ്. അപ്പൊ നമ്മൾ എന്തു പറയും? കേന്ദ്രം ശ്വാസം മുട്ടിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ കോടതികളും ശ്വാസം മുട്ടിക്കുന്നു എന്ന് പറയുമോ? അപ്പൊ ഇവിടുത്തെ പ്രശ്നം ഭാവനാശൂന്യമായിട്ടുള്ള ഒരു പ്ലാനിംഗ് സിസ്റ്റമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ പുതിയ ധനാഗമ മാർഗങ്ങൾ എന്താണ് എന്നതിനെ പറ്റി തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല. നമ്മളോട് ഈ കിഫ്ബി ഒക്കെ കൊണ്ടുവന്നിരുന്ന സമയത്ത് പറഞ്ഞിരുന്നത് എന്താണ്? എങ്ങനെയാണ് ഇതിലേക്കുള്ള തിരിച്ചടവ് നമ്മൾ പണം കണ്ടെത്തുന്നത് നമ്മളോട് പറഞ്ഞിരുന്നത് എന്താണ്? ഇവിടെയുള്ള ടാക്സ്, സെസ്, ഇന്ധനം അടിക്കുന്ന സമയത്ത് കിട്ടുന്നത്, ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഇനി മുതൽ ആൾക്കാരെ വരുമാനത്തിന്റെ പേരിൽ വിവിധ തട്ടുകളിലാക്കി യൂസർ ഫീസ് ഉൾപ്പെടെ അവരിൽ നിന്ന് സെസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ എടുക്കാം. അതേപോലെ തന്നെ സ്വകാര്യ മൂലധന നിക്ഷേപവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ, ഇതെല്ലാം തന്നെ ഇവർ ഇതുവരെ എതിർത്തുകൊണ്ടിരുന്ന ബൂർഷ്വാസികളുടെ നയം എന്ന് പറഞ്ഞിരുന്ന, ക്യാപിറ്റലിസ്റ്റുകളുടെ നയം എന്ന് പറഞ്ഞിരുന്ന വലതുപക്ഷ നയങ്ങളാണ്. ആ വലതുപക്ഷ നയങ്ങൾ നടപ്പാക്കുന്നു എന്ന് മാത്രമല്ല, നടപ്പാക്കുന്നതിന്റെ കാരണങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞ് നുണ പറയുകയും ചെയ്തതിന് ശേഷം അതിനെ ന്യായീകരിക്കുകയാണ്. ആ പാവം റെഡ് വോളണ്ടിയർമാർ ഇന്ന് മാർച്ച് ചെയ്യുന്ന കണ്ടില്ലേ? അവർ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അതിൽ സത്യം പറഞ്ഞാൽ അതിന്റെ താളം നോക്കൂ. യൂസർ ഫീ വേണം, സെസ് വേണം, യൂസർ ഫീ വേണം, സെസ് വേണം എന്നാണ് ഈ പാവങ്ങൾ സത്യത്തിൽ ആ താളത്തിലാണ് പോകുന്നത്. അതായത് ഇവർ ഈ സമ്മേളനം വിജയിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും അവരുടെ മേൽ തന്നെ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വിവിധ തട്ടുകളായി തിരിക്കപ്പെട്ട് അവരിനി കൂടുതലായിട്ടുള്ള ഈ
സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാൻ പോവുകയാണ് എന്ന് ഈ പാവങ്ങൾ പോലും തിരിച്ചറിയുന്നുണ്ടോ? ശ്രീജിത്ത്, എന്നിട്ട് അവിടെ ഏതായാലും നിന്നിട്ട് താങ്കൾ ഒരു പറഞ്ഞതുപോലെ സർക്കാരിനെ തന്നെ സി മാത്രം പി എമ്മിന്റെ ഈ പറയുന്ന മാറ്റം ഇത് എത്രത്തോളം ഒരു നയവ്യതിയാനമാണ്, ഇത് വലതുപക്ഷത്തേക്കുള്ള ചാഞ്ചാട്ടമാണോ, ഇതൊരു വലതുപക്ഷ പാർട്ടിയെ സി പി ഐ മാറി തുടങ്ങിയിട്ടുള്ള നിരീക്ഷണങ്ങളിന്മേലൊക്കെയുള്ള തുടർ ചർച്ചകൾക്കുള്ള സമയം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ.